ഇപ്പോൾ വീണ്ടും നിപ ഭീതി നിലനിൽക്കെ നിപ ബാധിച്ച ആരോഗ്യ പ്രവർത്തകൻ ചലനമറ്റ ശരീരവുമായി 8 മാസമായി ചികിത്സയിൽ കഴിയുകയാണ്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ നഴ്സും കർണാടക മംഗലൂരു സ്വദേശിയുമായ ടിറ്റോ ആണ് നിപ ബാധയെ തുടർന്ന് ശരീരം തളർന്ന് കിടപ്പിലായത്. ഇത് ടിറ്റോ തോമസ്. സേവന സന്നദ്ധനായി നഴ്സിംഗ് തെരഞ്ഞെടുത്ത് 24-ാം വയസ്സിൽ രോഗി പരിചരണം ജീവിതത്തിന്റെ ഭാഗമാക്കിയവൻ. എന്നാൽ ഇന്ന് ടിറ്റോ മറ്റുള്ളവരുടെ പരിചരണത്തിൽ തളർന്നു കിടക്കുകയാണ്. കർണാടക മംഗലൂരു മർദാല സ്വദേശിയായ ടിറ്റോ 2023 ഏപ്രിലിലാണ് നഴ്സായി കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയ കുറ്റ്യാടി മരുതോങ്കര സ്വദേശിക്ക് മരണശേഷം നിപ സ്ഥിരീകരിച്ചു. ഈ രോഗിയെ പരിചരിച്ച ടിറ്റോയ്ക്കും വൈകാതെ രോഗം പിടിപെട്ടു. രോഗമുക്തി നേടി ജോലിയിൽ തിരികെ പ്രവേശിച്ചെങ്കിലും തലവേദനയുടെ രൂപത്തിൽ പാർശ്വഫലമെത്തി. ഒടുവിൽ ശരീരം തളർന്ന് കിടപ്പിലായി. ഡിസംബറിൽ ഒരു MRI എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്ട്രോക്ക് എന്ന് കൺഫേം ചെയ്തായിരുന്നു. ആ സ്ട്രോക്ക് പിന്നെ അത് 8-ാം തീയതി അവനൊരു ഫിറ്റ്സ് പോലെ വന്നു. അത് കഴിഞ്ഞ് ഒരു മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ കഴിഞ്ഞപ്പോൾ ആ ടൈമിൽ ഇവിടുന്ന് ബ്രെയിൻ ബയോപ്സി ചെയ്ത് പൂനെയിൽ അയച്ചായിരുന്നു. അപ്പോൾ അതിൽ ഒരു പോസ്റ്റ് നിപ്പ ഇൻഫെക്ഷൻ എന്ന് ഡോക്ടേഴ്സ് കൺഫേം ചെയ്തു. പിന്നെ ബ്രെയിനിലും അതേ ബയോപ്സിയിൽ നിപ്പ പോസിറ്റീവ് ഉണ്ടെന്നുള്ളതും സ്ഥിരീകരിച്ചതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾമോസ്റ്റ് 8 മന്ത്സായി. ഇപ്പോഴും ഒരു കോമ സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. ടിറ്റോയെ പരിചരിക്കാൻ ജോലി ഉപേക്ഷിച്ച് ആശുപത്രിയിൽ വന്നു നിൽക്കുകയാണ് ഏക സഹോദരൻ ഷിജോ തോമസ്. ഇതിനകം ചികിത്സയ്ക്ക് വേണ്ടി വന്ന 40 ലക്ഷത്തോളം രൂപ ആശുപത്രി മാനേജ്മെന്റ് തന്നെ ഏറ്റെടുത്തു. ടിറ്റോയ്ക്ക് ഇനിയും വിദഗ്ധ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാവുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം 8 മാസത്തോളം ആയല്ലേ, അതൊരു റിക്കവറി ആയിട്ടില്ല. അപ്പം അതിന് ഫർദറായിട്ട് ഞങ്ങൾ നോക്കണമെന്നുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും നിപ ഭീതി നിലനിൽക്കെ നിപയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ടിറ്റോ തോമസ്. കേരളത്തിന് പുറത്ത് വിദഗ്ധ ചികിത്സയ്ക്കായി സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടിറ്റോയുടെ കുടുംബം. ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്.